പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അഭിഷേകാഗ്നി വചന ശുശ്രൂഷയെ സംബന്ധിക്കുവാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിനും ഈശോയുടെ തിരുഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു. ഈശോയുടെ തിരുഹൃദയം ദുഷ്ടശത്രുവിൽ നിന്ന് നിങ്ങളെ കാത്തുകൊള്ളട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കുഞ്ഞുങ്ങളൊക്കെ നല്ല ഉച്ചത്തിൽ ആമേൻ ഹല്ലേലൂയ പറയണം കേട്ടോ. കർത്താവിന് വലിയ ഇഷ്ടമാണ്. കുഞ്ഞുങ്ങളുടെ ശുശ്രൂഷയ്ക്ക് ഏറ്റവും ഫ്രണ്ട് വന്നിരിക്കുന്നത് ഈശോയ്ക്ക് വലിയ ഇഷ്ടമാണ്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ നല്ല ദിവസം, കർത്താവിൻ്റെ ദിവസം, ഞായറാഴ്ച ദിവസം ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കാൻ കർത്താവിൻ്റെ ആത്മ നമ്മൾ ഒരുമിച്ച് ചേർത്തു. ശാരീരികമായി ബഹുമാനപ്പെട്ട വട്ടാഴ്ചയിൽ ഇപ്പം നമ്മുടെ കൂടെ ഇല്ലെങ്കിലും അച്ഛൻ്റെ ആത്മീയ സാന്നിധ്യവും പ്രാർത്ഥനയും അതേപോലെ തന്നെ ആശീർവാദവും എല്ലാം ഇതിൻ്റെ കൂടെയുണ്ട്. അതേപോലെ സെഹിയോനിൽ എല്ലാവരുടെയും ഒരു കൂട്ടായ്മയുണ്ട്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഇങ്ങനെ ഈ പിന്നെ അഭിഷേകാഗ്നി ശുശ്രൂഷ ടി വിയിൽ കാണുന്നു, അല്ലെങ്കിൽ യൂട്യൂബിൽ പങ്കെടുക്കുന്നു. അപ്പോൾ നിങ്ങൾ പലരും പലതരത്തിലുള്ള ചിലപ്പോൾ ഒരു വചനം എഴുതിയിടുന്നതായിരിക്കും, ചിലപ്പോൾ ഫേസ്ബുക്കിൽ ടോക്ക് ഇടുന്നതായിരിക്കും, ചിലപ്പോൾ ഇൻസ്റ്റഗ്രാമിലായിരിക്കും. പലതരത്തിൽ മീഡിയ വഴി ചെയ്യുന്ന ചെറിയ ശുശ്രൂഷകളിലൂടെ പോലും ദൈവത്തിൻ്റെ വചനം അതിനകത്തുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ശക്തി അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കും. എനിക്ക് ഈ നാളുകളിൽ അങ്ങനത്തെ കാര്യം ഒരുപാട് വിശ്വാസം വർദ്ധിച്ച് വരികയാണ്. കാരണം ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ദൈവം തന്നെയാണ്. ദൈവം പറഞ്ഞു. ഞാൻ ഓർക്കാണ്, കുറവിലങ്ങാട് എല്ലാ 2ാം വെള്ളിയാഴ്ചകളിൽ സായാഹ്ന കൺവെൻഷൻ ഉണ്ട്. 2-3 മണിക്കൂർ ശുശ്രൂഷയുള്ളൂ. ആ ശുശ്രൂഷയിൽ കട്ടപ്പന ഭാഗത്ത് നിന്ന് ഒരു ചേച്ചി, ഡൽഹിയിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നൊരു സഹോദരിയാണ്. ചേച്ചിക്കുണ്ടായ ഒരു രോഗപീഠ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ചേച്ചി വന്ന് സാക്ഷ്യം പറഞ്ഞ് കേൾക്കണം. നിങ്ങൾക്കൊന്ന് കേൾക്കാം. പേര് രമ്യ, കട്ടപ്പന വെള്ളയാങ്കുടിന്ന് വരുന്നു. നോക്കിക്കേ, ഇത്രയും ദൂരത്തു നിന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. രമ്യ കട്ടപ്പന വെള്ളയാങ്കുടിയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. സാക്ഷ്യം പറയാൻ വേണ്ടി വന്നതാണ്. എനിക്ക് 2021 ഒക്ടോബർ തൊട്ട് എൻ്റെ ചെവിയിൽ ഫുൾ ഇൻഫെക്ഷനായിട്ട് ഞാൻ മാക്സിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു ഏറ്റവും ഹെഡായിട്ടുള്ള ഡോക്ടറെ കൊണ്ടാണ് കാണിച്ചു. ഡോക്ടർ പറഞ്ഞു ചെവിക്ക് ഇൻഫെക്ഷനാണ്, മരുന്ന് അത് കഴിഞ്ഞ് നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഒരു 3 മാസം ആ ഡോക്ടർ എനിക്ക് ആൻറ്റിബയോട്ടിക് മാറ്റി തന്നുകൊണ്ടിരുന്നു. ഒരു കുറവുമില്ല. രാവിലെ നേരം എടുത്ത് ബെഡേ നോക്കുമ്പോൾ നിറയും പസ്സായിരിക്കും. ചെവിയിൽ നിന്ന് ഇങ്ങനെ പസ് ഒഴുകിക്കൊണ്ടേ ഇരിക്കുവാണ്. നോക്കുക, ചെവിയിൽ നിന്ന് പസ് ഇങ്ങനെ ചലം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ബുദ്ധിമുട്ടായിരുന്നു. ഡ്യൂട്ടിക്ക് പോകുന്നത് കോട്ടൺ വെച്ചിട്ടാണ്. ഇടയ്ക്ക് അത് നനയും, എടുത്തു മാറ്റും. ഇടയ്ക്കിടയ്ക്ക് കോട്ടൺ ഇങ്ങനെ പഞ്ഞി ചെവിയിൽ നിന്ന് എടുത്ത് മാറ്റണം. കാരണം ഓരോ വെക്കും തോറും ഇതിങ്ങനെ നനഞ്ഞ് കുതിർന്ന് അങ്ങോട്ട് വരും. അത്രയും ബുദ്ധിമുട്ടായിരുന്നു. ഒരു ദിവസം ഞാനിങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചു, യേശുവേ ഞാനിനി എന്നാ ചെയ്യേണ്ടത്? ഏത് ഡോക്ടർമാരുടെ അടുത്താണ് ഞാൻ പോകേണ്ടത്? എനിക്ക് ഒരു വഴിയും കാണുന്നില്ലല്ലോ. ഇതിങ്ങനെ എന്നാ ചെയ്യേണ്ടത്? എൻ്റെ ഹസ്ബൻഡും എന്നെ കൊണ്ട് നടന്നു മടുത്തു ഓരോ ഡോക്ടർമാരുടെ അടുത്ത്. പല ഡോക്ടർമാരുടെ അടുത്തും ഭർത്താവിൻ്റെ കൂടെ പോയി നോക്കി. ഇത് മാറുന്നില്ല. പുള്ളിക്കാരന് നേഴ്സ് ആ ഹോസ്പിറ്റലെല്ലാം കൊണ്ടുപോയി. എന്നിട്ടും എനിക്കൊരു കുറവുമില്ല. അപ്പോൾ ഞാനിങ്ങനെ ഒരു ദിവസം ഓട്ടോയിൽ ജോലിയും കഴിഞ്ഞ് എൻ്റെ കൂടെയുള്ള ചേച്ചിയുടെ കൂടെ ഇങ്ങോട്ട് വരുമ്പോൾ ആ ചേച്ചിയോട് ഞാനിങ്ങനെ കരഞ്ഞു പറഞ്ഞു, ചേച്ചി എൻ്റെ ചെവിയിൽ നിന്ന് പസ് വരുന്ന കണ്ടോ? ചേച്ചിക്കൊന്നും തോന്നരുത്, ഞാൻ മരുന്നെല്ലാം മേടിച്ച് മടുത്തത്, എനിക്കിനി വേറൊരു വഴിയില്ലാന്ന് പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു, മോളെ ബിനോയച്ചൻ്റെ ഒരു ടോക്കുണ്ട് 5 മണിക്ക് വരുന്നത്, അത് സ്ഥിരമായി അത് കേട്ടിട്ട് ഒരുപാട് പേർക്ക് സൗഖ്യം ലഭിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. നോക്കുക, ഇവിടെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അച്ഛൻ്റെ ആ ഒരു ഷോർട്ടായിട്ടുള്ള ടോക്ക്. 3-4 മിനിറ്റുള്ള ആ ദിവസവും വർഷങ്ങളായിട്ട് അച്ഛൻ കൊടുക്കുന്ന ടോക്ക് വേറൊരു ചേച്ചി പറഞ്ഞു കൊടുത്തു. നോക്കിക്കേ, ഒരാളുടെ ജീവിതത്തിൽ ദൈവാനുഗ്രഹം കിട്ടിയപ്പോൾ അയാൾ വേറൊരാൾക്ക് പറഞ്ഞു കൊടുത്തു, ഈ ടോക്ക് കേൾക്കുക, ഇങ്ങനെയുള്ള ഈ ഒരു വലിയൊരു ബുദ്ധിമുട്ടിന് ഈശോ മാറ്റം തരും, ഈ ടോക്ക് കേൾക്കുക എന്ന് പറഞ്ഞു. എന്നിട്ടോ കേട്ടു. ഞാൻ വീട്ടിൽ ചെന്നപാട് ബാഗ് താഴെ വെച്ചിട്ട് ഫേസ്ബുക്കിൽ ബിനോയച്ചൻ്റെ അത് എടുത്ത് നോക്കി. ഇപ്പോൾ ടോക്കുകൾ ഇങ്ങനെ കേൾക്കാൻ തുടങ്ങി. എല്ലാ ദിവസവും ഇങ്ങനെ കേട്ട് അങ്ങനെ ഒരു ശനിയാഴ്ച ഞാനിങ്ങനെ 5 മണിയുടെ ടോക്ക് കേട്ടിട്ട്, യേശുവേ ഇനി ഞാൻ എന്ത് ചെയ്യണം എന്നിങ്ങനെ ഓർത്തിരുന്നപ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ പറഞ്ഞു, എൻ്റെ അവിടുത്തെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്തൊരു ജൂനിയർ ഡോക്ടറെ, ആ ഡോക്ടറെ പോയി കാണുന്നു ഇപ്പോൾ എന്ന് എൻ്റെ മനസ്സിലിങ്ങനെ തോന്നിച്ചു. അപ്പം തന്നെ ഞാൻ ആ വിളിച്ച് ചോദിച്ചു, ആ ഡോക്ടർ അവിടെ ഉണ്ടോയെന്ന്. അപ്പോൾ ഡോക്ടർ അവിടെയുണ്ട്, 6 മണി വരെ ഉണ്ട്, വേഗം വരാൻ പറഞ്ഞു. അപ്പം ഞാൻ അന്നേരം തന്നെ ആ ഡോക്ടറുടെ അപ്പോയിൻമെൻറ്റ് എടുത്ത് ആ ഡോക്ടറെ പോയി കണ്ടു. അപ്പോൾ ആ ഡോക്ടർ എന്നെ ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു, ഇത് കൂടിപ്പോയി, ഇയർഡ്രം പൊട്ടിയിരിക്കുകയാണ്, നിനക്ക് സർജറി വേണം, അടുത്ത ശനിയാഴ്ച നീ വാ, അപ്പോൾ നിനക്ക് ഡേറ്റ് ഫിക്സ് ചെയ്യാമെന്ന് പറഞ്ഞു സർജറിക്ക് വേണ്ടി. അപ്പോൾ ഞാൻ വല്ലാണ്ട് വിഷമിച്ച്, യേശു എൻ്റെ ഇയർഡ്രം പൊട്ടി, ഇനിയിപ്പം സർജറി വേണം. അപ്പോൾ ഡോക്ടറോട് ചോദിച്ചു, സർജറി ഇല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല. അപ്പോൾ ഡോക്ടറോട് ചോദിച്ചു, വേറെ എന്തെങ്കിലും വഴിയുണ്ടോ, സർജറി ഒഴിവാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു.
അപ്പോൾ എന്നാലും ഞാൻ വിശ്വാസത്തോടെ ബിനോയച്ചൻ്റെ ടോക്ക് എല്ലാ ദിവസവും ഇങ്ങനെ കേൾക്കും. ഒരു ടോക്കല്ല, അതിനകത്ത് വരുന്ന എല്ലാ ടോക്കുകളും ഞാൻ കാണുന്ന എല്ലാ തവണ ഈ വിഷമം അതുപോലുള്ളൊരു ബുദ്ധിമുട്ടാണ്. നമ്മൾ ചിന്തിച്ച് നോക്കാം, ജോലിക്ക് ഡ്യൂട്ടി ചെയ്യാൻ പറ്റുമല്ല. എനിക്ക് ബസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, ഇങ്ങനെ ഒലിക്കുകയാണ്, തിയേറ്ററും പൊട്ടിയിരിക്കുക. അപ്പോൾ ഒരു ഡ്രോപ്സ് പോലും എൻ്റെ ചെവിയിൽ ഒഴിക്കാൻ പറ്റത്തില്ല. തല മുഴുവൻ ഇങ്ങനെ ഭയങ്കര വേദന. ഞാൻ വീട്ടിൽ കടന്ന് ഓടും. അങ്ങനെ ഡോക്ടർ പറഞ്ഞ പോലെ ഞാൻ വീണ്ടും ഒരു ആൻറ്റിബയോട്ടിക് എടുത്താൽ ശനിയാഴ്ച ഡോക്ടറെ പോയി കണ്ടു. അപ്പോൾ ഡോക്ടർ വീണ്ടും സ്കോപ്പ് വെച്ച് ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു, നീ ഇതിനെന്തെങ്കിലും ചെയ്തായിരുന്നോ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല ഡോക്ടറെ, ഞാൻ പ്രാർത്ഥിക്കുക മാത്രമേ ചെയ്തോളൂ. ഡോക്ടർ ആദ്യം ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. ഡോക്ടർ ചെവി എല്ലാം പരിശോധിച്ചു, ഡേറ്റ് ഫിക്സ് ചെയ്യാൻ വേണ്ടി വിളിച്ചതായി ശനിയാഴ്ച. എന്തെങ്കിലും ചെയ്തായിരുന്നോ എന്ന് ചോദിച്ചു, എന്തെങ്കിലും വേറെ ചെയ്തായിരുന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ ചേച്ചി എന്താണ് പറഞ്ഞത്? ഞാൻ പ്രാർത്ഥിക്കുക മാത്രമേ ചെയ്തു. അപ്പം എന്നോട് പറഞ്ഞു, നിന്റെ ഏഡ്രം പൂർണ്ണമായിട്ട് അടഞ്ഞിട്ടുണ്ട്, പിന്നെ എനിക്കൊരു സംശയമുണ്ട്, ഒരാഴ്ചയും കൂടെ കഴിഞ്ഞ് നീ ഒന്നും കൂടെ വരണം, നമുക്ക് കൺഫേം ചെയ്യാമെന്ന് പറഞ്ഞു. അന്നേരം തന്നെ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തി. കാരണം എനിക്ക് സർജറി കൂടാതെ ഇതൊന്ന് മാറ്റിത്തരണേ എന്ന് പറഞ്ഞ് ഞാൻ എന്നും പ്രാർത്ഥിക്കും. ഞാനൊരു നേഴ്സ്, എന്നാലും എനിക്ക് ഭയങ്കര പേടി ഈ സർജറിയൊക്കെ. അപ്പം ഞാൻ പ്രാർത്ഥിച്ച, എൻ്റെ ദൈവമേ, എനിക്ക് സർജറി കൂടാതെ എൻ്റെ ഏഡ്രം അടപ്പിച്ച് തരണം. ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. നിൻ്റെ നെറ്റിന്ന് ഒഴുകുന്ന ഒരു തുള്ളി രക്തത്തിൻ്റെ ഒരു അംശം മതി. അപ്പം എൻ്റെ ചെവിയൊന്ന് അടച്ചു തരാൻ. നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, എങ്ങനെയൊക്കെയാണ് പ്രാർത്ഥിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. പലതവണ വചനം കേട്ടു, അതിനുശേഷം വീണ്ടും ഡോക്ടർ പറഞ്ഞു ഇതെല്ലാം മാറിയിട്ടുണ്ട്, ഒന്നും കൂടി ഒരാഴ്ച കഴിഞ്ഞ് വന്ന് നോക്കാം. അപ്പോഴും ചേച്ചിക്ക് സംശയമാണ്, ഇനിയും ഓപ്പറേഷൻ വേണ്ടി വരുമോ? അപ്പോൾ വീണ്ടും ശക്തമായിട്ട് പ്രാർത്ഥിച്ചു, യേശുവേ, നിന്റെ തിരുരക്തത്തിൻ്റെ ഒരു തുള്ളി നോക്കുകയെ പ്രാർത്ഥിക്കുന്ന രീതി, ഈശോയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം അങ്ങോട്ട് വെച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ പിറ്റേ ശനിയാഴ്ച വീണ്ടും ഡോക്ടറെ കാണാൻ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിൻ്റെ ഏഡ്രമിന് ഒരു കുഴപ്പവുമില്ല, അത് പൂർണ്ണമായി അടഞ്ഞിട്ടുണ്ട്, ചെവിക്ക് പൂർണ്ണ കേൾവി ശക്തിയുമുണ്ട്, ഒരു കുഴപ്പവുമില്ല. അത് പിന്നെ ഇന്ന് വരെ എൻ്റെ ചെവിക്ക് ഒരു കുഴപ്പവുമില്ല. അതാണ് പ്രഭാഷകൻ 42:15. എന്തെന്നാൽ കർത്താവിന്റെ പ്രവർത്തികൾ വചനം വഴി നിർവഹിക്കപ്പെടുന്നു. ചേച്ചിയുടെ അവസ്ഥ നിങ്ങൾ ചിന്തിച്ചു നോക്കുക സഹോദരങ്ങളെ. ജീവിത പങ്കാളി സ്നേഹമുണ്ട്, പക്ഷെ എന്ത് ചെയ്യും? കൊണ്ട് എല്ലാ ഹോസ്പിറ്റലിൽ കൊണ്ട് രണ്ടുപേരും മതി. രോഗം വന്നോർച്ചിട്ട് വീട്ടിൽ കിടന്ന് സഹിക്കാൻ പറ്റാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക അല്ലേ? ഒരുമിച്ച് പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവവചനത്തിന് അത്ഭുതകരമായ ഞാൻ ഓർക്കാണ്ട് ഓട്ടോറിക്ഷ യാത്ര ചെയ്തപ്പോൾ ഈ ടോക്കിനെ കുറിച്ച് പറഞ്ഞു കൊടുത്ത ചേച്ചിയെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. നമ്മൾ പറയാത്തത് മൂലം എത്രയോ പേർക്ക് അനുഗ്രഹം കിട്ടാതെ പോകുന്നുണ്ടാവും. ഈ ടോക്ക് നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് എല്ലാ ദിവസവും വൈകുന്നേരം 5 മണിക്ക് ഇടുന്ന ഒരു ചെറിയ ടോക്ക്, കഷ്ടി ഒരു 5 മിനിറ്റേ ഉള്ളൂ. അതിനകത്തൊരു ചെറിയ സ്തുതിപ്പ്, വചനം, ഒരു ഡെലിവറൻസ് പ്രാർത്ഥന, പിന്നെ ഒരു സാക്ഷ്യം, പിന്നെ ഒരു സ്നേഹം, എല്ലാം കൂടെ കൂടിയിട്ടാണ്. അത് നിങ്ങൾക്ക് പിന്നെ ഫേസ്ബുക്കിൽ കിട്ടും, യൂട്യൂബിൽ കിട്ടും, ഇനി വേണ്ടി വാട്സപ്പിൽ നേരിട്ട് അയച്ചും കിട്ടും. നിങ്ങൾ കുറവിലങ്ങാട് PDM സെൻറ്ററിലേക്ക് ഫോൺ വിളിച്ച് ചോദിച്ചാൽ അതെല്ലാം ക്രമീകരിക്കും. ഒരുമിച്ച് പറഞ്ഞു, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനത്തിന് അത് ആൾക്കാരിലേക്ക് എത്തിക്കാൻ നമ്മൾ ചെയ്യുന്ന ഏത് ശുശ്രൂഷ അനുഗ്രഹപ്രദമാണ്. നമ്മൾ നിസ്സാരമായിട്ട് തള്ളിക്കളയരുത്. ആ ഡോക്ടർ ചോദിച്ചു കഴിഞ്ഞപ്പോൾ നോബിളച്ചത് കൂട്ടിയത് പറഞ്ഞു. അതായത് എന്താ ചെയ്യുന്നത് ചോദിച്ചപ്പോൾ ഒരു കാര്യം ചെയ്തുള്ളൂ, എന്താണ്? പ്രാർത്ഥിച്ചു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, വേറെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് പ്രാർത്ഥന. പ്രാർത്ഥിക്കുന്ന കാര്യത്തിന് ഉത്തരവുണ്ട്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്ന ഏത് അവസ്ഥയാണെങ്കിലും 1 വിശ്വസിക്കുക, 2 ശരണപ്പെടുക, 3 നിലവിളിക്കുക. അങ്ങനെ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ദൈവത്തിന് അതുപോലെ ഉത്തരവുണ്ട്. ഓരോരുത്തരെ പോലെ പ്രാർത്ഥിക്കുകയാണ്, രോഗികളെ പോലെ പ്രാർത്ഥിക്കുകയാണ്, മനസ്സ് തകർന്നപ്പോൾ പ്രാർത്ഥിക്കുകയാണ്, കടബാധ്യതയുള്ളവർ പ്രാർത്ഥിക്കുകയാണ്, മക്കളില്ലാത്തവർ പ്രാർത്ഥിക്കുകയാണ്, മക്കളെ കുറിച്ച് വേദനിക്കുന്നവർ പ്രാർത്ഥിക്കുകയാണ്. കരങ്ങൾ ഉയർത്തുന്നു. ആരാധന, 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 ആരാധന. ഓ കർത്താവേ, എല്ലാ പ്രാർത്ഥനയ്ക്കും ഉത്തരവുണ്ട്. ചോദിക്കുമ്പോൾ അവിടുന്ന് ആവശ്യം അറിയുന്നു. അങ്ങ് ഞങ്ങളെ തള്ളിക്കളയുന്നില്ല, അങ്ങ് ഞങ്ങളെ ഉപേക്ഷിക്കുന്നില്ല, അങ്ങ് ഞങ്ങൾ രക്ഷിക്കുന്ന ദൈവമാണ്. ആരാധിച്ച് പ്രാർത്ഥിക്കുന്ന, ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും. കൈകളടിച്ച് പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും. അത് നിശ്ചയം, നിശ്ചയം, അത് നിശ്ചയം, വാക്കു പറഞ്ഞവ മാറുകില്ല. നിശ്ചയം, നിശ്ചയം, അത് നിശ്ചയം, വാഗ്ദത്തം ചെയ്തവ അകലുകില്ല. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും. അത് നിശ്ചയം.
പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അത് നിശ്ചയം. ഓരോരുത്തരും ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. ഓ കർത്താവായ ദൈവമേ, ഞങ്ങളങ്ങെ ആരാധിക്കുന്ന ദൈവജനത്തിന് അവിടുന്ന് വിടുതൽ നൽകുന്ന ദൈവമാണല്ലോ. ദൈവമേ, നാളുകളായിട്ട് പാപത്തിന്റെ പലതരത്തിലുള്ള ബന്ധത്തിൽ കിടക്കുന്നവർ ദൈവമേ, ഇപ്പോൾ ഈ ആരാധന ശുശ്രൂഷ സമയത്ത്, ഈ പ്രൈസ് വർഷിപ്പിന്റെ സമയത്ത് വലിയൊരു വിടുതൽ സമൂഹത്തിൽ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ദൈവത്തെ ആശ്രയിക്കുന്നവർ കരുതുന്ന ദൈവമാണല്ലോ. ദൈവമേ, ജീവിതത്തിൽ പല പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നവര്, കർത്താവ് അങ്ങനെ ശരണപ്പെടുന്നവര്, അങ്ങനെ ആശ്രയിക്കുന്നവര് അവിടുന്ന് കരുതണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരാളെ പോലെ കൈവടിയരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങ് ചെയ്ത ആ അത്ഭുതത്തെ ഓർത്ത് ഞങ്ങളെ മഹത്വപ്പെടുത്തുന്നു, ഞങ്ങളെ സ്തുതിക്കുന്നു. ദൈവമേ, ഇനി അവിടുന്ന് പ്രവർത്തിക്കണമേ. ഞങ്ങളുടെ ജീവിതങ്ങളെ തുറണമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ തുറണമേ, ഞങ്ങളുടെ ജീവിത പങ്കാളിയെ മക്കളെ സ്പർശിക്കണമേ, മാതാപിതാക്കന്മാരെ സ്പർശിക്കണമേ. ബിസിനസ് മേഖല ജോബിലും എല്ലാം അനുഗ്രഹം പ്രാപിക്കട്ടെ. ഞങ്ങളുടെ ആത്മാവിന്റെ കെട്ടുകൾ അഴിയട്ടെ, വിടുതൽ പ്രാപിക്കട്ടെ. കരുതലുണ്ട്, ആരാധിച്ച വിടുതലുണ്ട്, ആശ്രയിച്ച കരുതലുണ്ട്. വിളിച്ചാൽ വിളിപ്പുറത്തെത്തും നിശ്ചയം, വിളി സേവിച്ചാൽ നിത്യരക്ഷ നിശ്ചയം. വിളിച്ചാൽ വിളിപ്പുറത്തെത്തും നിശ്ചയം, വിളി സേവിച്ചാൽ നിത്യരക്ഷ നിശ്ചയം. നിശ്ചയം അത് നിശ്ചയം, വാക്കു പറഞ്ഞ മാറുമില്ല. നിശ്ചയം നിശ്ചയം അത് നിശ്ചയം, വാഗ്ദത്തം ചെയ്തവർ പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അത് നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും, അത് ചോദിച്ചാൽ ലഭിച്ചിടും, കർത്താവേ, ഇപ്പൊ രോഗികളായിരിക്കുന്ന ഓരോരുത്തരുടെ മേൽ കർത്താവേ അവിടുന്ന് കരങ്ങൾ വെക്കണമേ. രോഗമുള്ള സ്ഥലത്ത് കൈകൾ വെച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ മകളെ ഇപ്പോൾ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. യേശുവേ, ശരീരത്തിന്റെ രോഗത്തിന്റെ മേൽ ഡോക്ടേഴ്സ് ഉപേക്ഷിച്ചിരിക്കുന്ന മേഖലകൾ കർത്താവെ, ചികിത്സയിൽ ഇരിക്കുന്നവർ ദൈവമേ, സഹിക്കാൻ പറ്റാത്തവർ ദൈവമേ, ഇപ്പോൾ അവിടുന്ന് ശക്തി പുറപ്പെടുത്തണമേ. ലൂക്ക 6:19 അവന്റെ ശക്തി പുറപ്പെട്ട് അനേകരെ സുഖപ്പെടുത്തി, അവന്റെ ശക്തി പുറപ്പെട്ട് അനേകരെ സുഖപ്പെടുത്തി, അവന്റെ ശക്തി പുറപ്പെട്ട് അനേകരെ സുഖപ്പെടുത്തി, അവന്റെ ശക്തി പുറപ്പെട്ട് അനേകരെ സുഖപ്പെടുത്തി. ഈ വചനം ഇപ്പോൾ അയക്കുന്നു, ഈ വചനം ഇപ്പോൾ അയക്കുന്നു. ശരീരത്തിലേക്ക് വചനശക്തി പ്രവഹിക്കട്ടെ, ശരീരത്തിലേക്ക് വചനശക്തി പ്രവഹിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും മാനസാന്തരങ്ങളും ഇപ്പോൾ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും മാനസാന്തരങ്ങളും ഇപ്പോൾ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല 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 യേശു ആരാധന ആരാധന, യേശു ആരാധന ആരാധന. സ്തുതിക്കുന്നു ആരാധിക്കുന്നു. ഓ കർത്താവേ, അവിടുന്ന് അവരുടെ വചനം വായിച്ച് സൗഖ്യമാക്കി എന്ന വചനത്തെ സത്യങ്ങൾ വ്യാപരിക്കട്ടെ. ആരാധന ആരാധന ആരാധന, ഹല 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 ഹല. യേശു ആരാധന ആരാധന, ഈശോയെ ആരാധന ആരാധന. സ്തുതിക്കുന്നു ആരാധിക്കുന്നു. രോഗികളെ ഈശോയുടെ നാമത്തിൽ പ്രത്യേക ആശീർവദിക്കുന്നു. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. നമുക്കിരിക്കാം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, എന്തിനാ ഇങ്ങനെ അസ്വസ്ഥപ്പെടുന്നത്? സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയാ. ഹല്ലേലൂയാ. അപ്പൊ നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങൾ കരയുകയാണെങ്കിൽ, എൻ്റെ കൊച്ചൻ നീ എന്തിനാ എങ്ങനെ കിടന്ന് കരയുന്നത് എന്ന് പറയുന്നത് പോലെ ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ സ്വരം ചോദിക്കുകയാണ്, എൻ്റെ മകനെ മകളെ നീ എന്തിനാ എങ്ങനെ അസ്വസ്ഥപ്പെടുന്നത്? പ്രഭാഷകന്റെ പുസ്തകത്തിൽ 40-ാമത്തെ അധ്യായത്തിൽ 4-5 തിരുവചനങ്ങൾ, ബുക്ക് ഓഫ് സിറാഖ് ചാപ്റ്റർ 40 വേഴ്സ് 4 and 5. രാജകീയാംഗിയും കിരീടവും അണിയുന്നവൻ മുതൽ
കൊടുക്കുന്നവൻ വരെ ഏവരും കോപം, അസൂയ, ആകുലത, അസ്വസ്ഥത, മരണഭീതി, ക്രോധം, മത്സരം എന്നിവയ്ക്ക് അധീനരായിത്തീരുന്നു. പ്രൈസ് ദി ലോർഡ്. Praise the Lord. പ്രഭാഷകന്റെ പുസ്തകത്തിൽ സോളമന്റെ അനന്യമായ ജ്ഞാനത്തിൽ സോളമൻ ചില കാര്യങ്ങൾ ഒരു പൊതു തത്വം പറഞ്ഞിരിക്കുകയാണ്. രാജാവാണെങ്കിലും ശരി, ഉന്നത നിലയിലാണെങ്കിലുള്ളവൻ ശരി, മിഡിൽ ക്ലാസ് ആണെങ്കിലും ശരി, ഏറ്റവും താഴ്ന്ന ഗണത്തിലുള്ളവനാണെങ്കിലും ശരി, വിദ്യാഭ്യാസം ഉള്ളവനാണെങ്കിലും അല്ലാത്തവനാണെങ്കിലും ശരി, ഏത് ലെവലിലുള്ള ആൾക്കാരെയും ബാധിക്കാൻ സാധ്യതയുള്ള ചില സംഗതികളുണ്ട്. കോപം, അസൂയ, ആകുലത, അസ്വസ്ഥത. അവർക്ക് പറയാം ഹല്ലേലൂയ. Hallelujah. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ എൻ്റെ സഹോദരങ്ങളെ, ചില പാപങ്ങളുടെ ലിസ്റ്റിൻ്റെ കൂട്ടത്തിലാണ് ഈ അസ്വസ്ഥതയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കൊരിന്തോസ്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനത്തിൽ 12-ാമത്തെ അധ്യായത്തിൽ 20-ാം തിരുവചനം, 2 Corinthians chapter 12 verse 20. പൗലോസ് പറയുകയാണ്, ഒരു പക്ഷേ ഞാൻ വരുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന നിലയിൽ നിങ്ങളെയും നിങ്ങൾ ആഗ്രഹിക്കുന്ന നിലയിൽ എന്നെയും കാണാതിരിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. കലഹവും അസൂയയും കോപവും മാത്സല്യവും അപവാദവും പരദൂഷണവും അഹന്തയും അസ്വസ്ഥതയും ആയിരിക്കുമോ കണ്ടെത്തുന്നത്. ഹല്ലേലൂയാ. Hallelujah. അപ്പോൾ ഒരു ഗണത്തിലുള്ള വലുസ് പറയാ, ഞാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങളെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കാണാൻ പറ്റുമോ എന്നൊരു ആകുലതയാണ്. അതിനകത്തും ഒരു ആകുലതയുണ്ട്. എന്നിട്ട് ചില പാവം ലിസ്റ്റ് പറഞ്ഞിരിക്കുകയാണ്. കലഹം, അസൂയ, കോപം, മാത്സര്യം, അപവാദം, പരദൂഷണം, അഹന്ത, അതിൻ്റെ കൂട്ടത്തിൽ വെച്ചിരിക്കുകയാണ് അസ്വസ്ഥത. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിസാര കാര്യത്തിന് ഒരു ചെറിയ കാര്യം ഉണ്ടാകുമ്പോഴത്തേക്കും ആകെ ഇങ്ങനെ അസ്വസ്ഥപ്പെടുന്ന ഒരു അവസ്ഥ നല്ലതല്ല. നല്ലതല്ലത്, അത് അത്ര നല്ലതല്ല. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഈശോ പറഞ്ഞു, ഈ അസ്വസ്ഥത എന്ന് പറയുന്ന സംഗതി ഉണ്ടാകാൻ ഭാവിയിൽ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു വെച്ചിരിക്കുക. എന്തിനാ? അസ്വസ്ഥപ്പെടാതിരിക്കാൻ. ഉദാഹരണം പറയാൽ, മോനെ നീ അവിടെ രാത്രി നടന്നു പോകുമ്പോൾ സൂക്ഷിക്കണം എന്നൊക്കെ പറയുന്നത് എന്താ? ചില അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അല്ലേ കൊച്ചേ, നീ ഒറ്റയ്ക്ക് ദൂരയാത്ര ചെയ്ത് പോകുമ്പോൾ നോക്കണം എന്നൊക്കെ പറയുന്നതിന് കാരണം എന്താ? ശ്രദ്ധിക്കണം, അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അതിനകത്ത് വീഴാതിരിക്കാൻ. അതുകൊണ്ട് ഭാവിയിൽ പല കാര്യങ്ങൾ ഇങ്ങനത്തെ ഒരു സാധ്യത ഈശോ തന്നെ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 24-ാമത്തെ അധ്യായത്തിൻ്റെ 6-ാം തിരുവചനം, Gospel of Saint Matthew chapter 24 verse 6. നിങ്ങൾ യുദ്ധങ്ങളെ പറ്റി കേൾക്കും, അവയെ പറ്റിയുള്ള കിംവദന്തികളും, എന്നാൽ നിങ്ങൾ അസ്വസ്ഥരാകരുത്, കാരണം ഇതെല്ലാം സംഭവിക്കേണ്ടതാണ്, എന്നാൽ ഇനിയും അവസാനമായിട്ടില്ല. ഹല്ലേലൂയാ. Hallelujah. അപ്പൊ യേശുവിന്റെ 2-ാമത്തെ ആഗമനത്തിന് മുമ്പ് സംഭവിക്കുന്ന പല ലക്ഷണങ്ങളെ കുറിച്ച് പറയുകയാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ അങ്ങോട്ട് ടെൻഷൻ പിടിച്ചിട്ട് അസ്വസ്ഥരാകരുതെന്ന് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇതേ കാര്യം തന്നെ തെസ്സലോനിക്ക ലേഖനത്തിൽ ഒരു സൂചനയായിട്ട് നൽകുന്നുണ്ട്. 2 തെസ്സലോനിക്ക 2:2, 2 Thessalonians chapter 2 verse 2. കർത്താവിൻ്റെ ദിവസം വന്നു കഴിഞ്ഞുവെന്ന് സൂചിപ്പിക്കുന്ന പ്രവചനത്താലോ പ്രസംഗത്താലോ ഞങ്ങളിലെ നാം അവകാശപ്പെടുന്ന ലേഖനത്താലോ നിങ്ങൾ പെട്ടെന്ന് ചഞ്ചല ചിത്തരും അസ്വസ്ഥരുമാകരുത്. ഹല്ലേലൂയാ. Hallelujah. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ അപ്പോൾ ഈശോയുടെ 2-ാമത്തെ ആഗമനത്തോടനുബന്ധിച്ച് വലിയ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ പോലും പ്രവർത്തിച്ച് തിരഞ്ഞെടുക്കപ്പെട്ടവരെ പോലും വഴിതെറ്റിക്കുന്ന വിധത്തിലുള്ള ചില സംഗതികൾ, ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും കണ്ടാൽ തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിലുള്ള അവസ്ഥകൾ വരുമ്പോഴും നിങ്ങൾ പെട്ടെന്ന് അസ്വസ്ഥരാകരുതെന്ന് പറഞ്ഞിരിക്കുകയാണ്. അത് മാത്രമല്ല, ശിഷ്യന്മാരുടെ ജീവിതത്തിൽ അസ്വസ്ഥത ഉണ്ടായപ്പോഴും യേശു ഏകദേശം ഇങ്ങനത്തെയുള്ള ചില കാര്യങ്ങൾ പറയുകയാണ് ചെയ്യുന്നത്. അതാണ് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24-ാമത്തെ അധ്യായത്തിൽ 36 മുതൽ 38 വരെയുള്ള തിരുവചനങ്ങൾ. Gospel of Saint Luke chapter 24 verse 36 to 38. അവരിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യേശു അവരുടെ മധ്യ പ്രത്യക്ഷനായി അവരോട് അരുളി ചെയ്തു, നിങ്ങൾക്ക് സമാധാനം. അവർ ഭയന്ന് വിറച്ചു, ഭൂതത്തെയാണ് കാണുന്നത് എന്നവർ വിചാരിച്ചു.
അവൻ അവരോട് ചോദിച്ചു, നിങ്ങൾ അസ്വസ്ഥരാകുന്നത് എന്തിന്? നിങ്ങളുടെ മനസ്സിൽ ചോദ്യങ്ങൾ ഉയരുന്നതും എന്തിന്? ഹല്ലേലൂയാ, ഹല്ലേലൂയ. ഒരു കൂടപ്പറപ്പിനെ പോലെ ഒരുമിച്ചുണ്ട്, ഒരുമിച്ച് ഉറങ്ങി, ഒരുമിച്ച് അതേപോലെ സ്നേഹിതന്മാരെ പോലെ നടന്ന അപ്പസ്തോലന്മാര് ഈശോ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് ഒരു അസ്വസ്ഥത വരികയാണ്. അവർ വിചാരിക്കുകയാണ് ഇതൊക്കെ ശരിയാണ്, എന്താണ് സംഭവം? ഒരുപാട് ചോദ്യങ്ങൾ. എൻ്റെ സഹോദരങ്ങളെ, പലപ്പോഴും അസ്വസ്ഥയോട് അനുബന്ധിച്ച് ഇതേപോലെ തന്നെ പല സംഗതികൾ വരാം. അപ്പം ഈശോ ചോദിക്കുക, അതാണ് നമ്മുടെ വിഷയത്തിന് തലക്കട്ടെ, എന്തിനാണ് നിങ്ങളിങ്ങനെ അസ്വസ്ഥരാകുന്നത് എന്ന് പറഞ്ഞാൽ അസ്വസ്ഥത നല്ലതല്ല എന്നല്ല എൻ്റെ അർത്ഥം, അല്ലേ? അതുകൊണ്ട് നിങ്ങൾ എന്തിനാന്നിങ്ങനെ പറഞ്ഞ? ഹല്ലേലൂയാ, ഹല്ലേലൂയ. ചിന്തിച്ചു നോക്ക. സുവിശേഷത്തിൽ തന്നെ മർത്തായോടുള്ള സമീപനത്തിലും ഈശോ ഈ കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. മർത്തായുടെ സമീപനത്തിൽ നിങ്ങൾക്കറിയാതെ വിശുദ്ധ ലൂക്കായുടെ വിശേഷത്തിൽ 10-ാമത്തെ അധ്യായത്തിന് 41-ാം തിരുവചനം, കർത്താവ് അവളോട് പറഞ്ഞു, മർത്ത മർത്ത, നീ പലതിനെക്കുറിച്ച് ഉത്കണ്ഠാകുലയും അസ്വസ്ഥയുമായിരിക്കുന്നു. ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ, മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു. അപ്പം നോക്കിയത് എന്തിനാ നീ ഇങ്ങനെ അസ്വസ്ഥപ്പെടുന്നത്? അതാണ് ആ ഒരു ചോദ്യത്തിന്റെ പൊരുൾ എന്ന് പറയുന്നത്. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ പറയാം ഹല്ലേലൂയാ, ഹല്ലേലൂയ. എന്ന് മാത്രമല്ല, അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്ന്, നമ്മൾ അസ്വസ്ഥപ്പെടരുത്. രണ്ടാമത്തെ കാര്യമാണ്, നമ്മൾ വേറൊരാൾക്ക് അസ്വസ്ഥത കൊടുക്കുന്ന രീതിയിൽ പെരുമാറുകയും അരുത്. ഉദാഹരണം പറഞ്ഞാൽ കോപിക്കരുത്, അല്ലേ? അല്ലെങ്കിൽ അഹങ്കാരത്തോടെ സംസാരിക്കരുത് എന്ന് പറയുന്നത് പോലെ തന്നെയാണ് മറ്റൊരാളെ അസ്വസ്ഥപ്പെടുത്തുന്ന രീതിയിലുള്ള പെരുമാറ്റം പോലും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഗലാത്യ ലേഖനം 5:10 ശ്രീക ഇക്കാര്യം പറഞ്ഞു, എൻ്റെ വീക്ഷണത്തിൽ നിന്ന് വ്യത്യസ്തമായതൊന്നും നിങ്ങൾ ചിന്തിക്കുകയില്ലെന്ന കർത്താവ് എനിക്ക് നിങ്ങളെക്കുറിച്ച് ഉത്തമ വിശ്വാസമുണ്ട്. ശ്രീക പറയുകയാണ്, നിങ്ങളിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നവൻ ആര് തന്നെയായാലും അവന് ശിക്ഷ ലഭിക്കും. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയ. അപ്പോൾ അസ്വസ്ഥപ്പെടുന്നത് നല്ലതല്ല. അസ്വസ്ഥത ഉണ്ടാക്കുന്നത് ചില കുടുംബത്തിലുണ്ട്. ചില ആൾക്കാർ പെട്ടെന്ന് അങ്ങോട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ സമൂഹത്തിലായിരിക്കാം, ഓഫീസിൽ ഓരോ സാഹചര്യങ്ങളിൽ പെട്ടെന്ന് അങ്ങോട്ടൊരു അസ്വസ്ഥത അങ്ങോട്ട് സൃഷ്ടിക്കുകയാണ്. ഈ അസ്വസ്ഥത നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ പലതരത്തിലുള്ള പ്രകടനങ്ങൾ വരാം. അത് തന്നെയാണ് പ്രഭാഷക പുസ്തകത്തെ വായിച്ച് വരുന്നത്, അല്ലെങ്കിൽ ഈശോ തന്നെ പറയുന്നത്, നിങ്ങളുടെ മനസ്സിൽ ചോദ്യങ്ങൾ വരുന്നത് എന്തിനാണ്? അപ്പോൾ നമുക്ക് പലതരത്തിലുള്ള ചോദ്യങ്ങൾ വരാം. അസ്വസ്ഥത വരുമ്പോൾ നിരാശയുടെ വാക്കുകൾ വരാം, അസ്വസ്ഥത വരുമ്പോൾ നഷ്ടബോധത്തിൻ്റെ വാക്കുകൾ വരാം, വിശ്വാസക്കുറവിൻ്റെ ലക്ഷണമായിട്ടാണ് വരാം, ദൈവപരിപാലനം കാണാൻ പറ്റുകയല്ല, ലോകത്തിൻ്റെ പല പ്രിൻസിപ്പിൾസും കീറി വരും, അങ്ങനത്തേക്കുള്ള പല സംഗതികൾ വരും. പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊക്കെ പറയുമ്പോഴും ഇപ്പം നിങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യം വരും. കാര്യം അച്ഛൻ പറയുന്നതെല്ലാം ശരിയാണ്, പക്ഷേ ഈ അസ്വസ്ഥത വരുവാണ്, അപ്പം എന്ത് ചെയ്യും? പറയാ ഹല്ലേലൂയാ, ഹല്ലേലൂയ. അസ്വസ്ഥപ്പെടേണ്ടെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ വന്നു പോവുകയാണ്, എന്തു ചെയ്യും? എൻ്റെ സഹോദരങ്ങളെ, ഈ അസ്വസ്ഥത വരുന്നതിൻ്റെ കാരണത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ 14-ാമത്തെ അധ്യായത്തിൻ്റെ 1-ാമത്തെ തിരുവചനം, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതിൻ്റെ അർത്ഥം, എപ്പോൾ നമുക്ക് ദൈവത്തിലുള്ള ശരണം, ദൈവത്തിലുള്ള വിശ്വാസം കുറയുന്നോ അപ്പോഴാണ് നമുക്ക് അസ്വസ്ഥത കയറി വരുന്നത്. ഇപ്പോൾ ഒരു പ്രശ്നമാണ്, ആ പ്രശ്നത്തിൽ ദൈവം ഇടപെടുമെന്നൊരു വിശ്വാസമുണ്ടെങ്കിൽ യേശു, ഇപ്പോൾ ആ ചേച്ചിയുടെ കാര്യം, ആ സാക്ഷ്യത്തിൽ കാണുന്ന ചേച്ചിയുടെ കാര്യം നോക്ക്, ആ ഓട്ടോറിക്ഷയിൽ നിന്ന് ഇറങ്ങിച്ചിട്ട് നേരെ ചെന്നിട്ട് ഫേസ്ബുക്ക് എടുത്ത് ഇത് നോക്കി ആ ടോക്ക് രാവിലെ മൊത്തം അതേപോലെ അങ്ങോട്ട് കാണുമല്ലേ. ഇതിനതിലൂടെ യേശു ഇടപെടും. അതിനുശേഷം പിന്നെ ഡോക്ടർ ഓപ്പറേഷന് സാധ്യതയൊക്കെ പറഞ്ഞപ്പോൾ യേശു ഇടപെടും. യേശു ഇടപെട്ട് തുടങ്ങി. കാരണം എന്താ? ഉള്ളിരുന്നൊരു സ്വരം, നീ ഇന്ന ഡോക്ടറെ കാണ്. കണ്ടോ, യേശു പ്രവർത്തിക്കാൻ വേണ്ടി തുടങ്ങി. ഇനി നിങ്ങൾ ഇത് നോക്കിയ, ബൈബിളിൽ തന്നെ പല വിധത്തിൽ അസ്വസ്ഥരായ ചില വ്യക്തികളുണ്ട്. ആ അസ്വസ്ഥരായ വ്യക്തികളുടെ പ്രത്യേകം എന്നറിയോ? അവർ ഉടനെ തന്നെ ദൈവത്തിന്റെ വലിയൊരു ഇടപെടൽ ജീവിതത്തിൽ കണ്ടവരാണ്. പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയ. ആദ്യത്തെ ഉദാഹരണം സക്കറിയാണ്. ബൈബിളിലെ സക്കറിയ നിങ്ങൾക്ക് അറിയാം. ലൂക്കയുടെ ശേഷം 1-ാമത്തെ തന്നെ 12-ാം തിരുവചനം, ദൂതൻ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവനെ കണ്ട് സക്കറിയ അസ്വസ്ഥനാവുകയും ഭയപ്പെടുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പക്ഷേ സക്കറിയ അതിനകത്ത് കുടുങ്ങിക്കിടന്നില്ല. ഉടനെ തന്നെ എൻ്റെ സഹോദരങ്ങളെ, ദൈവത്തിന് വലിയൊരു അനുഗ്രഹം, വർഷങ്ങളായിട്ടുണ്ടായിരുന്ന വന്ധ്യത മാറ്റി വലിയൊരു ദൈവാനുഗ്രഹം അതിനെ പുറകെ അങ്ങോട്ട് വരികയാണ്. അടുത്ത ഉദാഹരണം പരിശുദ്ധ മറിയം. വിശുദ്ധ ലൂക്കായുടെ ശേഷം 1-ാമത്തെ 29-ാം തിരുവചനം,
ദൂതൻ പ്രത്യക്ഷപ്പെട്ടതാണ് രംഗം. ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി. എന്താണ് ഈ അഭിവാദനത്തിന്റെ അർത്ഥമെന്ന് അവൾ ചിന്തിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു അസ്വസ്ഥത വരാൻ ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ അതിനുശേഷം ദൈവത്തിൻ്റെ ദൂതൻ്റെ കാര്യങ്ങൾ കേട്ടപ്പോൾ പരിശുദ്ധ അമ്മ ജീവിതം മുഴുവൻ കർത്താവ് എന്തൊരു ദൈവാനുഗ്രഹമാണ് അങ്ങോട്ട് വരുന്നത്. ഇനി സർവോപരി ഈശോയുടെ കാര്യം നിങ്ങൾ ചിന്തിച്ചു നോക്ക്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26-ാമത്തെ അധ്യായത്തിൽ 36-37 വാക്യങ്ങൾ. യേശു ഗെത്സമൻ തോട്ടത്തിലാണ്. അനന്തരം യേശു അവരോടൊത്ത് ഗെത്സമൻ എന്ന സ്ഥലത്തെത്തി ശിഷ്യന്മാരുടെ കൂടെ. അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാൻ പോയി പ്രാർത്ഥിക്കുവോളം നിങ്ങൾ ഇവിടെ ഇരിക്കുക. അവൻ പത്രോസിനെയും സെബദിയുടെ 2 പുത്രന്മാരെയും കൂട്ടിക്കൊണ്ടുപോയി ദുഃഖിക്കാനും അസ്വസ്ഥനാകാനും തുടങ്ങി. പറഞ്ഞു ഹല്ലേലൂയാ. അപ്പോ മാനുഷികമായി ഈശോയുടെ ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു അസ്വസ്ഥത വരികയാണ്, ഒരു ദുഃഖം ചെറുതായിട്ട് വരികയാണ്. അപ്പോൾ തന്നെ പിതാവിൽ ആശ്രയിക്കുകയാണ്, സ്വർഗത്തിന്റെ ശക്തി വരികയാണ്, മാലാഖമാരുടെ ഇടപെടൽ വരുവാണ്. അപ്പോൾ എൻ്റെ സഹോദരങ്ങളെ, ഇവിടെ അസ്വസ്ഥരായ സക്കറിയായോ അല്ല പരിശുദ്ധ അമ്മ അതിൽ തന്നെ കുടുങ്ങിക്കിടക്കുകയല്ല. അതിനുശേഷം വലിയ ഒരു ദൈവിക ഇടപെടൽ കാണുകയാണ്. അത് കാണാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ അസ്വസ്ഥത തന്നെ കുടുങ്ങിക്കിടക്കുകയാണ്. അതുകൊണ്ട് പ്രഭാഷകൻ 39, 16, 17 ഹൃദയത്തിൽ സൂക്ഷിക്കാം. എല്ലാം കർത്താവിൻ്റെ പ്രവൃത്തിയാണ്, അവയെല്ലാം അത്യമമാണ്. അവിടുന്ന് കൽപ്പിക്കുന്നതൊക്കെയും അവിടുത്തെ നാമത്തെ നിർവഹിക്കപ്പെടും. എന്തുകൊണ്ട് എന്നിങ്ങനെ ആർക്കും ചോദിക്കാൻ സാധിക്കുകയല്ല. യഥാകാലം എല്ലാം വെളിവാകും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ അസ്വസ്ഥതയെ അതിജീവിക്കാൻ, അതിനപ്പുറത്തുള്ള ദൈവിക ഇടപെടൽ കാണാൻ കർത്താവ് നമ്മുടെ ഉൾക്കണ്ണുകൾ തുറന്നു തരട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ അസ്വസ്ഥതകളെല്ലാം സമർപ്പിക്കാം. ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തുകയാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ സ്വസ്ഥമായിരിക്കുക, ക്ഷമാപൂർവം അവിടുത്തെ കാത്തിരിക്കുക. ബൈബിളിൽ അസ്വസ്ഥരായിരിക്കുന്ന വ്യക്തികളെല്ലാം അതിൽ കുടുങ്ങിക്കിടക്കുകയല്ല, ഉടനെ തന്നെ ദൈവിക ഇടപെടൽ കാണുകയാണ്. ഇതിനു മുമ്പ് ദൈവം നയിച്ച വഴികൾ ഓർക്കണം, ഇതുവരെ ദൈവം താങ്ങിയ വഴികൾ ഓർക്കണം, ഇനിയും ദൈവം ഇടപെടുന്ന ഉറച്ച് വിശ്വസിക്കണം. അതുകൊണ്ടാണ് ഈശോ പ്രത്യക്ഷപ്പെടുമ്പോൾ പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. നിനക്ക് നരം ബാധിക്കുമ്പോഴും നിനക്ക് പ്രായമാകുമ്പോഴും ഗർഭത്തിനും ശേഷം ജനിച്ചതിന് ശേഷം വഹിച്ചതുപോലെ ഞാൻ നിന്നെ വഹിക്കും. ഓരോരുത്തരും ഉള്ളു തുറന്ന് പ്രാർത്ഥിക്കുന്നു. ഭയപ്പെടേണ്ട മകനേ, മകളേ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനി എൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെയില്ലേ. ഭയപ്പെടേണ്ട മകനേ, മകളേ, ഞാൻ നിന്റെ ദൈവമല്ലേ. കരയരുതേ ഇനി എൻ കൺമണിയേ, ഞാൻ നിന്റെ കൂടെ. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു, യേശുവേ.